പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഫോക്കസ് ഏരിയയിലെ കുറച്ച് പ്രോബ്ലംസും അവയുടെ സൊല്യൂഷൻസുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രോബ്ലംസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കൺസിഡർ ദി സെറ്റ് A equal to 1, 2, 3, 4, B equal to A, B, C, D, F, and let F is a function from A to B. F is from A to B a function defined by F is equal to 1A, 2B, 3D, and 4C. Is F 1, 1 or 1, 2? Does F inverse exist? Explain. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, നിങ്ങൾ ആദ്യം ഈ ഫംഗ്ഷന് നമുക്ക് ഇതൊരു ഫൈനൈറ്റ് സെറ്റുമാണ്. ചെറിയ രണ്ട് സെറ്റുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 1, 1 എന്ന് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതിൻ്റെ ഒറിജിനൽ ഡെഫിനിഷനിലേക്ക് പിന്നെ f(x1) f(x2) എന്നുള്ള ആ മോഡലല്ല ചെയ്യുന്നത്. ജനറൽ പ്രൂഫ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ ആരോ ഡയഗ്രം വരച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആരോ ഡയഗ്രത്തിലൂടെ ആൻസർ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ആരോ ഡയഗ്രം വരച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ സെറ്റ് എ ആണല്ലോ. എയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആ 1, 2, 3, 4. അപ്പോൾ ഞാനിവിടെ 1, 2, 3, 4 എന്ന് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 1, 2, 3, 4. ഓക്കെ, രണ്ടാമത്തെ സെറ്റിൽ എ ബി സി ഡി ഇ എഫ്. എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എയിൽ നിന്നും ബിയിലേക്ക് ദ ഇമേജ് 1ൻ്റെ ഇമേജ് ആണ് എ അല്ലേ. 1ൻ്റെ ഇമേജ് എ. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എ. അപ്പോൾ 1ൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഒരു ആരോ മാർക്ക് വെക്കുന്നു. ഇതാണ് 1A, 2B. ഓക്കെ, 2B, 3D ആണ്. 3D, 4C. ഇനി ഈ ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഫംഗ്ഷൻ 1, 1 ആണോ 1, 2 ആണോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ എ. 1, 1ൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ഇവിടെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ആണെങ്കിൽ 1, 1 എന്ന് പറയാൻ പറ്റും. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് യെസ്, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം. ഓൾ എലമെൻറ്റ്സ് ഓഫ് ഇങ്ങനെ എഴുതിയാൽ മതി. ഓൾ എലമെൻറ്റ്സ് of A has distinct images, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇമേജസ്. എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ടാവണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. therefore F is 1, 1 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, F is 1, 1. ഇനി 1, 2 ആണെന്ന് അടുത്ത ചോദ്യം അല്ലേ. നിങ്ങൾ പറ 1, 2 ആണോ. 1, 2 ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഞ്ച് എഴുതാം. റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് 1, 2 എന്ന് പറയാൻ പറ്റും. ഇവിടെ റേഞ്ച് എന്താണ്? എ ബി സി ഡി അല്ലേ. റേഞ്ച് ഇക്വൽ ടു കോഡൊമൈൻ ആണോ നോക്ക്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി സി ഡി ഇ എഫ് ഉണ്ട് അല്ലേ. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. ഒരു ഫംഗ്ഷൻ 1, 2 ആണെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു കോഡൊമൈൻ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഇമേജസിനും ഫ്രീ ഇമേജ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരാൾ പോലും ഫ്രീ ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ കുറച്ച് പേര് ഫ്രീ ഉണ്ട്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. therefore F is not 1, 2 എന്നാണ്. നോട്ട് 1, 2. ക്ലിയർ? F is 1, 1 but not 1, 2. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ റെഡിയായി അല്ലേ. എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ അത് 1, 1 ആൻഡ് 1, 2 ആയിരിക്കണം, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കണം. ഇവിടെ 1, 2 അല്ലാത്തത് കൊണ്ട് നോട്ട് ബൈജക്റ്റീവ് ആണ് അല്ലേ. റൈറ്റ്, ഹിയർ അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഹിയർ എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. എന്തുകൊണ്ടാണ് ബൈജക്റ്റീവ് ആവാതെ പോയത്? ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1, 1 ആൻഡ് 1, 2 ആണ്. ഇവിടെ 1, 2 അല്ല, അതുകൊണ്ട് ബൈജക്റ്റീവ് അല്ല. അതുകൊണ്ട് എന്തായി? therefore F ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിൻ്റെ റീസൺ 1, 2 അല്ല എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം 1, 2, 3 to 4, 5 ഡിഫൈൻഡ് ബൈ എഫ് is equal to 1, 4, 2, 4, 3, 5 ഈസ് എഫ് ഈസ് 1, 1 ഡസ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് അതേപോലെ ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയ രണ്ട് സെറ്റാണ്, ഫൈനൈറ്റ് സെറ്റും ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. ആരോ ഡയഗ്രം വരച്ചിട്ട് ചെയ്യാവുന്നതാണ്. 1, 2, 3. ബി എന്ന് പറഞ്ഞ സെറ്റ് 4, 5. ഓക്കെ, 1ൻ്റെ ഇമേജ് അല്ലേ. എഫ് ഓഫ് 1 ആണ് 4. 1ൻ്റെ ഇമേജ് 4 ആണ്. 2ൻ്റെ ഇമേജും 4 ആണ്. 3യുടെ ഇമേജ് 5 ആണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അല്ലേ.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ഫംഗ്ഷൻ 1 1 ആണോ? നോക്കൂ നിങ്ങൾ, ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജ് ആണോ? അല്ലല്ലോ. അപ്പോൾ ഇന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4. 1ൻ്റെ ഇമേജ് 4, അതേസമയം എഫ് ഓഫ് 2 ഈസ് ഓൾസോ 4. രണ്ട് പേർക്ക് ഒരേ ആൻസർ വന്നു, ഒരേ ഇമേജ് വന്നു കഴിഞ്ഞാൽ therefore എഫ് ഈസ് 1 1 ആണോ? അല്ല, നോട്ട് 1 1. 1 1 ആണെങ്കിൽ ഡിഫറെൻ്റ് ആളുകൾക്ക് ഡിഫറെൻ്റ് ഇമേജ് വരണം, നോട്ട് 1 1 ആണ്. വാട്ട് അബൌട്ട് ഓൺ ടു? ഓൺ ടു ഇത് സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. ഓൺ ടു ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ റേഞ്ച് സിക്കൽ ടു നോക്കാം നമുക്ക്. റേഞ്ച്, ഇവിടെ റേഞ്ച് എന്താ നോക്കൂ നിങ്ങൾ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 1. കോഡൊമൈൻ എന്താ നോക്കൂ. കോഡൊമൈൻ ഈസ് ഓൾസോ 4 5 1 അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ 4 5 1. അപ്പോൾ റേഞ്ച് സിക്കൽ ടു കോഡൊമൈൻ എന്ന് വന്നത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓൺ ടു ആയിരിക്കും. ഓക്കെ, റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇമേജസ് ആയിരിക്കണം. അതുകൊണ്ട് എഫ് എന്തായി? എഫ് ഈസ് ഓൺ ടു എന്നാണ് ആൻസർ. ഇവിടെ നോട്ട് 1 1, എഫ് ഈസ് ഓൺ ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ ബൈജക്റ്റീവ് ആവണം. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബോത്ത് 1 1 ആൻഡ് ഓൺ ടു എന്നാണ്. ഇവിടെ ഓൺ ടു ആണ്, പക്ഷേ 1 1 അല്ലല്ലോ. എഫ് ഈസ് നോട്ട് 1 1 ഹിയർ. എഫ് ഈസ് നോട്ട് 1 1 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നോട്ട് 1 1 ആയതുകൊണ്ട് എഫ് ഈസ് നോട്ട് ബൈജക്റ്റീവ്. ഓക്കെ, നോട്ട് ബൈജക്റ്റീവ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഡസിൻറ്റ് എക്സിസ്റ്റ്. ക്ലിയർ ആയല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 3. F is a function, let A is equal to 2 3 4 5, B is 7 9 11 13. Consider the function f from A to B defined by f of 2 is equal to 7, f of 3 is equal to 9, f of 4 is equal to 11, f of 5 is equal to 13. Show that f is 1 1 and on to find f inverse. നമുക്ക് നോക്കാം. ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. A equal to 2 3 4 5. നമുക്ക് നോക്കാം. 2 3 4 5. B 7 9 11 and 13. നോക്കൂ നിങ്ങൾ, എഫ് ഓഫ് 2 ഈക്വൽ ടു 7. എഫ് ഓഫ് 2 ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഇമേജ് ആണ് 7. 2ൻ്റെ ഇമേജ് 7. ഇമേജ് ഓഫ് 3 9. എഫ് ഓഫ് 3 ഈക്വൽ ടു 9. എഫ് ഓഫ് 4 ഈക്വൽ ടു 11. ഇമേജ് ഓഫ് 4 ഈക്വൽ ടു 11. അണ്ടർ എഫ് ആണ് അല്ലേ. ഇതാണ് എഫ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, മറക്കരുത്. 5ൻ്റെ ഇമേജ് 13 തന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് വളരെ കൃത്യമാണ് കാര്യങ്ങൾ അല്ലേ. ഇത് 7 ആണ് കേട്ടോ. ഷോ ദാറ്റ് എഫ് ഈസ് 1 1 and on 2 എന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം നോക്കിയിട്ട് ആൻസർ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? അപ്പോൾ ജസ്റ്റ് ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എവരി എലമെൻറ്റ് in A has distinct image, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇമേജസ്. കണ്ട, therefore f is 1 1. അപ്പോൾ ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് 1 1ൻ്റെ സ്കോറായി. ഇവിടെ പ്രൂവ് ദാറ്റ് എന്നായതുകൊണ്ട് നമ്മൾ 1 1. ഓക്കെ, എന്നാലും ജസ്റ്റ് എഴുതി വെക്കാം. ഇനി ഓൺ ടു എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ റേഞ്ച് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ്. റേഞ്ച് അവിടെ ഡെഫിനിഷൻ ഉപയോഗിക്കുന്നുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ 7 9 11 13 ആണ്. അതേസമയം കോഡൊമൈൻ എന്താ നോക്കൂ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ആണല്ലോ. സെക്കൻഡ് സെറ്റിന് പറയുന്ന പേരാണ് കോഡൊമൈൻ അല്ലേ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇമേജുകളാണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാലും 7 9 11 13 തന്നെ അല്ലേ. രണ്ടും ബി ആണ്, സെറ്റ് ബി തന്നെയാണ്. അപ്പോൾ റേഞ്ച് ഇസ് ഇക്വൽ ടു കോഡൊമൈൻ. അതുകൊണ്ട് ഓൺ ടു ആയി. റേഞ്ച് ഇസ് ഇക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് ഇസ് ഇക്വൽ ടു കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് എഫ് ഈസ് ഓൺ ടു. ഇപ്പോൾ 1 1 ആണ് ഓൺ ടു ആണ് നമ്മൾ തെളിയിച്ചു. 1 1 ഓൺ ടു ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എഫ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ്? എഫ് ഇൻവേഴ്സ് എഴുതാൻ നമ്മൾ എഫ് നേരെ തിരിച്ചെഴുതി കൊടുത്താൽ മതി. ഇവിടെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 7 3 9 4 11 5 13. അതാണ് എഫ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് എഴുതാണ്. എഫ് ഇൻവേഴ്സിനെ നമ്മളൊരു സെറ്റാക്കി ഇങ്ങനെ എഴുതുന്നു. എഫ് ഇൻവേഴ്സ് ഇസ് ഇക്വൽ ടു ഇങ്ങനെ 7 2 തിരിച്ചെഴുതുന്നു കേട്ടോ. 9 3. ഓക്കെ, 11 4. ലാസ്റ്റ്
13 5. നമ്മൾ എഫ് എങ്ങനെ എഴുതാം? നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടല്ലോ എഫ് എഴുതുമ്പോൾ 2 7 3 9 4 11 5 13 അതാണ് എഫ്. എഫ് ഇൻവേഴ്സ് എഴുതുമ്പോൾ നേരെ തിരിച്ചെഴുതണം, ഇങ്ങോട്ട് റിവേഴ്സ് ഓർഡറിൽ എഴുതണം. അപ്പോൾ തിരിച്ചെഴുതി 7 2 9 3 11. ഇവിടെ എഫ് ഇൻവേഴ്സ് 7 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. എഫ് ഇൻവേഴ്സ് 11 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. എഫ് ഓഫ് 4 എന്താണ്? 11 ആണ്. ഇത് എഫ് ഓഫ് ആണ്, ഇത് എഫ് ഇൻവേഴ്സ് ആണ്. ക്ലിയർ? നെക്സ്റ്റ്, let f is a function from R to R defined by f of x equal to 4x plus 3. Show that f is bijective. ഇവിടെ റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്ക് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഒറിജിനൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഇവിടെ തെളിയിക്കുകയാണ്. 1 1 എന്ന് തെളിയിക്കാനുള്ള മാർഗം, ബൈജക്റ്റീവ് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ബോത്ത് 1 1 ആൻഡ് ഓൺ 2 എന്ന് കാണിക്കണം അല്ലേ. 1 1 എന്ന് കാണിക്കാനുള്ള ടെക്നിക്ക് ഇതാണ്, എല്ലാവരും പഠിക്കണം, ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെ തുടങ്ങണം, let x1 x2 belongs to first set such that f of x1 equals f of x2. f of x1 is equal to f of x2 ആണെങ്കിൽ x1 is equal to x2 എന്ന് കിട്ടണം. ഓക്കെ, നോക്കാം നമുക്ക്. f of x1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? f of x is equal to 4x plus 3. ഇപ്പോൾ f of x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x1 ആണ് വരിക. 4x1 plus 3 equal to f of x2 means 4x2 plus 3. ശരിയല്ലേ? രണ്ട് ഭാഗത്ത് നമ്മൾ 3 ക്യാൻസൽ ചെയ്തു, 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x1 ഈക്വൽസ് 4x2 എന്ന് കിട്ടി. വീണ്ടും 4 ക്യാൻസൽ ചെയ്തു, 4 ക്യാൻസൽ ചെയ്താൽ x1 is equal to x2. നോക്കൂ, f of x1 is equal to f of x2 implies x1 is equal to x2. This means what? f is 1 1. ഇതാണ് ഒറിജിനൽ ഡെഫിനിഷൻ കേട്ടോ. f 1 1 എന്ന് തെളിയിക്കാനുള്ള മാർഗം ഇതാണ്, f is 1 1. ഇനി ഓൺ 2 എന്ന് തെളിയിക്കണം അല്ലേ. ഓൺ 2 തെളിയിക്കാൻ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷന് y എന്ന് പേര് കൊടുക്കുന്നു. y is equal to 4x plus 3. ഇതിന് ശേഷം നമ്മൾ x കണ്ടെത്തണം. എങ്ങനെ x കിട്ടും? 4x ആദ്യം എഴുതുക അല്ലേ. 4x കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ y minus 3 എന്ന് എഴുതി. ഈ 3 എങ്ങോട്ട് സൈഡ് മാറ്റി. therefore what is x? x is equal to y minus 3 divided by 4. ഈ x കിട്ടിയിരിക്കുന്ന ഇയാൾ ഇത് ഫസ്റ്റ് സെറ്റിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഡൊമൈനിലുണ്ട്, ഇത് ക്ലിയർലി ബിലോങ്സ് ടു ആർ. ശരിയല്ലേ? ഈ എലമെന്റ് എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാം? റൈറ്റ് സൈഡിൽ ഒരു y എടുത്തു, അപ്പോൾ ലെഫ്റ്റിൽ ഒരാളുണ്ടെന്ന് ഉറപ്പിച്ചു. റൈറ്റ് സൈഡിൽ ആരെടുത്താലും ലെഫ്റ്റിൽ ഒരാളുണ്ടായിരിക്കണം, അയാളുണ്ടെന്ന് ഉറപ്പിച്ചു. അതുകൊണ്ട് എന്തായി? എഫ് ഈസ് ഓൺ 2 നമുക്ക് പറയാൻ പറ്റും. എഫ് ഈസ് ഓൺ 2. ഇപ്പം എന്ത് കിട്ടി? എഫ് ഈസ് ബോത്ത് 1 1 ആൻഡ് on 2. therefore f is bijective. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. therefore f is yes both 1 1 and on 2. 1 1 and on 2. അതാണ് bijective. f show that f is bijective. both 1 1 and on 2 means f is bijective. that's all. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. ഇൻവേഴ്സ് കാണാൻ ഈ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദാ ഈ കിട്ടിയിരിക്കുന്ന x ഇല്ലേ, x is equal to y minus 3/4 ൽ നമുക്ക് f ഇൻവേഴ്സ് എന്ന് എഴുതാം. therefore f inverse y എന്ന് എഴുതുമ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം, y minus 3 divided by 4 എന്ന് എഴുതാം. f inverse x എഴുതുകയാണെങ്കിൽ x minus 3/4 എന്ന് എഴുതിയാൽ മതി. സിമ്പിളായിട്ട് f inverse എന്ന് എഴുതിയാൽ y minus 3/4. അപ്പം നിങ്ങൾക്ക് ഓൺ 2 കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ഇൻവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഇവിടെ റിയൽ നമ്പർ കംപ്ലീറ്റ് മാർക്ക് ചെയ്യാനൊന്നും കഴിയില്ല. ഞാനിവിടെ 1 എന്ന് സെലക്ട് ചെയ്താൽ 1ൻ്റെ ഇമേജ് എന്തായിരിക്കും? 4 × 1 + 3 7 എന്നായിരിക്കും. 7. ഓക്കെ, അപ്പോൾ 7ൻ്റെ പ്രീ ഇമേജ് ആണ് 1. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളോട് ഒരു 10 ചോദിച്ചെന്ന് വിചാരിച്ചോളൂ. 10ൻ്റെ പ്രീ ഇമേജ് കിട്ടാൻ നമ്മൾ ഇതാ എഫ് ഇൻവേഴ്സിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇവിടെ ആരുണ്ടായിരിക്കും? ഒരു 10 - 3 divided by 4 ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ 7/4 ആയിരിക്കും ഇതിൻ്റെ ഇമേജ്. 7/4 എഴുതി കഴിഞ്ഞാൽ ആൻസർ ഇവിടെ കറക്റ്റ് 10 ആയിരിക്കും. അതാണ് y minus 3/4ൻ്റെ അർത്ഥം. ഓക്കെ, ഇവിടെ ഒരു നമ്പർ എടുത്താൽ, ഇവിടെ ഒരു y എടുത്താൽ ഇവിടെ ആരുണ്ടാവും? ലെഫ്റ്റ് സൈഡിൽ y minus 3/4 ഉണ്ടായിരിക്കും. ഇവിടെ ഒരു x എടുത്താൽ ഇവിടെ 4x plus 3 ഉണ്ടെങ്കിൽ ഇവിടെ ഒരു x എടുത്താൽ തിരിച്ച് x minus 3/4 ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്. ഇത് f ആണെങ്കിൽ ഇതായിരിക്കും f ഇൻവേഴ്സ്. ക്ലിയർ? അപ്പോൾ ഇത് എഴുതി വെക്കണ്ട, നിങ്ങൾ ഡയഗ്രാം ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി, ജി കോമ്പോസിഷൻ എഫ്. ഇപ്പോൾ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 1 1 on 2 നമ്മൾ കഴിഞ്ഞു.
ഇനി കോമ്പോസിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പോസിഷൻ. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ എ, എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനത് വിശദീകരിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് നന്നായി ശ്രദ്ധിക്കണം. എഫ് ഓഫ് എന്ന് എഴുതി, ജി ഓഫ് എക്സ് ആണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ജി ഓഫ് എക്സ്? യെസ്, മോഡ് എക്സ്. ജി ഓഫ് എക്സ് ഈസ് മോഡ് എക്സ്. ഇനി വായിക്കേണ്ടത് എഫ് ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ നമുക്കറിയാം, സൈൻ എക്സ് എന്നാണ്. എന്താണോ ഇൻപുട്ട് വരുന്നത്, എഫ് ഓഫ് ഇൻപുട്ടിൻ്റെ ആൻസർ സൈൻ ഓഫ് ഇൻപുട്ട് എന്നാണ്. എഫ് ഓഫ് മോഡ് എക്സ് ആകുമ്പോൾ എന്ത് എഴുതണം? സൈൻ ഓഫ് ഇൻപുട്ട് എഴുതണം. എന്താണ് ഇൻപുട്ട് ഉള്ളത്? മോഡ് എക്സ്. അപ്പോൾ സൈൻ എക്സ്. അതോടുകൂടി എഫ് ഓഫ് കോമ്പോസിഷൻ ജി കഴിഞ്ഞു. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് നോക്കാം അല്ലേ. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ്, ഇനി എഫ് ഓഫ് എക്സ് ആണ് ആദ്യം എഴുതേണ്ടത്, സൈൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. ഇതൊക്കെ വളരെ ഈസിയാണ്. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വായിക്കേണ്ടത് ജി ഓഫ് ഇൻപുട്ട് എന്നാണ്. ജി ഓഫ് ഇൻപുട്ടിൻ്റെ ആൻസർ മോഡുലസ് ഓഫ് ഇൻപുട്ട് എന്നാണ്. ജി ഓഫ് എക്സ് മോഡ് എക്സ്, ജി ഓഫ് വൈ മോഡ് വൈ, ജി ഓഫ് ടി മോഡ് ടി, ജി ഓഫ് സൈൻ എക്സ് യെസ് മോഡ് സൈൻ എക്സ്. ക്ലിയർ അല്ലേ? ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. എഫ് കോമ്പോസിഷൻ ജി നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സെയിം, ഇനി അധികം വിശദീകരിക്കുന്നില്ല. എഫ് കോമ്പോസിഷൻ ജി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് 3x സ്ക്വയർ. 3x സ്ക്വയർ. ഇനി വായിക്കേണ്ടത് എഫ് ഓഫ് ഇൻപുട്ട് ആണ്. എഫ് ഓഫ് ഇൻപുട്ടിൻ്റെ ആൻസർ കോസ് ഓഫ് ഇൻപുട്ട്സ്, എഫ് ഓഫ് വൈ കോസ് വൈ. അപ്പോൾ എന്ത് വന്നാലും ഇൻപുട്ട് വന്നാലും കോസ് ഓഫ് അത് എഴുതണം. കോസ് ഓഫ് 3x സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി റെഡിയായി. ഇനി ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ജി ഓഫിലാണ് വായിക്കേണ്ടത്. ജി ഓഫ് ഇൻപുട്ടിൻ്റെ ആൻസർ 3 ഇൻപുട്ട് സ്ക്വയർ. നന്നായി ശ്രദ്ധിക്കണം. ജി ഓഫ് എക്സ് 3x സ്ക്വയർ. ഇൻപുട്ട് എന്ന് വായിച്ചാൽ മതി. ഇൻപുട്ട് വന്നാൽ 3 ഇൻറ്റു ഇൻപുട്ട് സ്ക്വയർ എന്നാണ്. അപ്പോൾ അതേപോലെ എഴുതാണ് 3 ഇൻറ്റു ഇൻപുട്ട് സ്ക്വയർ. കോസ് എക്സിൻ്റെ സ്ക്വയറിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 3 കോസ് സ്ക്വയർ എക്സ്. 3 ഇൻപുട്ട് സ്ക്വയർ. അതോടുകൂടി അതും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ സി. ക്വസ്റ്റ്യൻ നമ്പർ സി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യം ഞാൻ എഫ് കോമ്പോസിഷൻ ജി എഴുതുന്നു. എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഒരു ബ്രാക്കറ്റും കൂടെ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വാട്ട് ഈസ് ജി ഓഫ് എക്സ്? യെസ്, എക്സ് റേസ് ടു 1/3. ഇനി വായിക്കേണ്ടത് എഫ് ഓഫ് ഇൻപുട്ട് ആണ് അല്ലേ. എഫ് ഓഫ് ഇൻപുട്ടിൻ്റെ അർത്ഥം 8 ഇൻപുട്ട് ക്യൂബ്. എക്സ് ആണ് ഇൻപുട്ട് എങ്കിൽ 8 ഇൻപുട്ട് ക്യൂബ്. ഇവിടെ ഇൻപുട്ട് ആയിട്ടുള്ളത് എക്സ് റേസ് ടു 1/3 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? 8 ഇൻപുട്ട് ക്യൂബ്. ഏതാ ഇൻപുട്ട്? എക്സ് റേസ് ടു 1/3 ആണ് ഇൻപുട്ട്. അതിൻ്റെ ക്യൂബ് എഴുതണം, 8 ഇൻപുട്ട് ക്യൂബ്. ഇനി നമുക്ക് അറിയാം എക്സ് റേസ് ടു 1/3, ഈ 3 ക്യാൻസൽ ആവും. അപ്പോൾ 8x എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ജി കോമ്പോസിഷൻ എഫ് നമുക്ക് ചെയ്ത് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഫിൽ ചെയ്യാൻ ഈസിയാണ്, 8x ക്യൂബ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ സ്റ്റേജ്, ജി ഓഫ് സംതിങ്. ജി ഓഫ് സംതിങ്, സംതിങ് റേസ് ടു 1/3 അല്ലേ. ജി ഓഫ് ഇൻപുട്ട്, ഇൻപുട്ട് റേസ് ടു 1/3. ഇവിടെ ഇൻപുട്ട് ആരാ നോക്കൂ, ജി ഓഫ് 8x ക്യൂബ് ആണ് ഇവിടുത്തെ ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ആദ്യം എഴുതുന്നു കേട്ടോ. ഇൻപുട്ട് റേസ് ടു 1/3 എന്നാണ്. ഇൻപുട്ട് റേസ് ടു 1/3. അങ്ങനെ എഴുതുമ്പം ഇവിടെ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ടാണ്. 8ൻ്റെ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ, 8ൻ്റെ ക്യൂബ് റൂട്ട്. എക്സ് ക്യൂബും ഈ 1/3 ക്യാൻസൽ ചെയ്താൽ എക്സ് എന്ന് കിട്ടും. അപ്പോൾ 2x എന്ന ആൻസർ കിട്ടും. നന്നായി ശ്രദ്ധിക്കണം ഈ ജി കോമ്പോസിഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് പ്ലസ് ഫൈൻഡ് എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. എഫ് കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ്. ശരിയല്ലേ? എഫ് ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 2x + 1. ഇത്രയും എഴുതാൻ ഒരു പ്രയാസമില്ല, ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ,
എഫ് ഓഫ് എക്സ് അതിൽ എഫ് ഓഫ് എക്സ് ഫില്ല് ചെയ്തു. ഇനി ആലോചിക്കണം എഫ് ഓഫ് എക്സ് എന്നാണ് വീണ്ടും വായിക്കുന്നത് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ 2x+1. ഇനി നമ്മൾ ഇൻപുട്ട് വെച്ച് വായിക്കാം. എഫ് ഓഫ് ഇൻപുട്ട് 2 ഇൻപുട്ട് പ്ലസ് 1 2 ഇൻപുട്ട് പ്ലസ് 1. ഇവിടെ ഇൻപുട്ട് ആരാ നോക്കൂ, ഇതല്ലേ 2x+1. അപ്പോൾ എങ്ങനെ എഴുതണം? 2 ഇൻപുട്ട് 2. വാട്ട് ഈസ് ഇൻപുട്ട് ഹിയർ? 2x+1. 2 ഇൻപുട്ട്സ് പ്ലസ് 1. അപ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് സാധാരണ എക്സ്പാൻഷൻ 2 × 2x 4x പ്ലസ് 2 പ്ലസ് 1. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4x പ്ലസ് 3 എന്നാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് f from -1 to 1 to r given by f of x equal x by x plus 2 is 1 1. 1 1 എന്ന് മാത്രം കാണിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ 1 1 കാണിക്കാനുള്ള പ്രൊസീജിയർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് 1 1 എന്ന് കാണിക്കാനുള്ള പ്രൊസീജിയർ? യെസ്, ലെറ്റ് x1, x2 belongs to first set. ഏതാ ഫസ്റ്റ് സെറ്റ്? -1 1 such that f of x1 equals f of x2 എന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. എന്താ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x by x plus 2 അല്ലേ. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 ഡിവൈഡഡ് ബൈ x1 plus 2 ഈക്വൽസ് x2 ഡിവൈഡഡ് ബൈ ചെരിഞ്ഞു പോയല്ലോ, x2 ഡിവൈഡ് ബൈ x2 പ്ലസ് 2. ശരിയല്ലേ? x by x plus 2 ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും. ഇനി നമ്മളിതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് x1 = x2 ആണ്. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 × x2 plus 2. ഞാൻ ഒറ്റയടിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ആദ്യം x1 x2 എന്ന് വരും അല്ലേ. x1 x2 പ്ലസ് 2x1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ യെസ് അഗെയിൻ x1 x2 പിന്നെ 2x2 പ്ലസ് 2x2 എന്ന് എഴുതണം. ഇവിടെ നമുക്ക് ക്യാൻസലേഷൻ ഉണ്ടോ നോക്കൂ. ഒരേപോലത്തെ ടേംസ് ഉണ്ട് അല്ലേ. നമുക്ക് അതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഈ x1 x2 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് എന്താണ് നോക്കൂ. യെസ് 2x1 ഈക്വൽസ് 2x2 എന്ന് കിട്ടി. അഗെയിൻ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈക്വൽ ടു ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി അല്ലേ. x1 ഈക്വൽ ടു x2. f of x1 ഈക്വൽ ടു f of x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 മീൻസ് ഇതാരുടെ ഡെഫിനിഷനാണ്? യെസ് f ഈസ് 1 1. 1 1 എന്ന് പറയും, അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് എന്നും പറയാറുണ്ട് കേട്ടോ. 1 1 എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കും, ഇൻജെക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എഫ് ഫ്രം ആർ ടു ആർ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് 2. ഇത് ഇൻവേർട്ടിബിൾ ആണോ എന്നാണ് അല്ലേ. ഇൻവേർട്ടിബിൾ ആണോ എന്ന് കാണിക്കാൻ നമ്മൾ 1 1 ആണ് 1 2 ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ x1, x2 ബിലോങ്സ് ടു 1 1 നോക്കാനുള്ള മാർഗം മറക്കരുത്. ലെറ്റ് x1, x2 ബിലോങ്സ് ടു ആർ ആണ് അല്ലേ. സച്ച് ദാറ്റ് f of x1 ഈക്വൽ ടു f of x2. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ 5x plus 2. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ ആട്ടോ, 5x plus 2. അങ്ങനെ വരുമ്പോൾ ആദ്യം എന്ത് എഴുതണം? f of x1 f of x2 എന്ന് പറഞ്ഞാൽ 5x1 plus 2 ഈക്വൽസ് 5x2 plus 2. കണ്ടോ, എക്സിൻ്റെ സ്ഥാനത്ത് x1 ഇവിടെ കൊടുത്തു, ഇവിടെ x2 ആണെങ്കിൽ 2 എന്ന് കൊടുത്തു. 2 ക്യാൻസൽ ചെയ്തു. ബാക്കി 5x1 is equal to 5x2. Again 5 ക്യാൻസൽ ചെയ്തു. സോ x1 is equal to x2. അതിൻ്റെ അർത്ഥം എന്തായി നോക്കൂ. ഇതാരുടെ ഡെഫിനിഷനാണ്? f is 1 1. ഇനി ഓൺ ടു തെളിയിക്കാനുള്ള മാർഗം y എന്നൊരു പേര് കൊടുക്കുന്നു. y is equal to 5x plus 2 അല്ലേ. y is equal to 5x plus 2. ഇതിൽ നിന്ന് x കണ്ടെത്തണം. x എങ്ങനെ കിട്ടും? 5x is equal to y minus 2. x is equal to y minus 2 divided by 5. ഇത് ഒന്നാമത്തെ സെറ്റായ ആറിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമുക്കറിയാം ഇത് ഫുൾ ടൈം ആറിലുണ്ട് അല്ലേ. അപ്പം ഷോ ദാറ്റ് ഇൻവേർട്ടിബിൾ എന്നല്ലേ. ഇതിൻ്റെ അർത്ഥം f ഈസ് ഓൺ ടു എന്നാണ്. f ഈസ് ഓൺ ടു.
അപ്പോൾ 1 1 എന്ന് കിട്ടി, on 2 എന്ന് കിട്ടി. 1 1 ആൻഡ് on 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? therefore f is invertible എന്ന് എഴുതാം. f is invertible. കാരണം എഴുതാം, since it is 1 1 and on 2. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതണം. f is 1 1 and on 2 means f is invertible. f inverse എങ്ങനെ എഴുതും? f inverse എഴുതാൻ ഒരു പണിയില്ല. f inverse is equal to y minus 2 by 5 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ f inverse x എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? x minus 2 divided by 5 എന്ന് എഴുതിയാൽ മതി. x minus 2 divided by 5. f inverse y എഴുതുമ്പോൾ y minus 2 by 5 അത് x ആക്കി കൊടുത്ത് എഴുതിയതാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബി. സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? ലെറ്റ് x1, x2 സെയിം പ്രൊസീജിയറിൽ പോവാണ്. ലെറ്റ് x1, x2 belongs to R such that f of x1 is equal to f of x2 implies എന്താ? f of x1 നോക്കൂ, 2x plus 1 അല്ലേ? 2x1 plus 1 is equal to 2x2 plus 1. 1 1 ക്യാൻസൽ ചെയ്തു. 1 1 ക്യാൻസൽ ചെയ്താൽ ബാലൻസ് 2x1 is equal to 2x2. വീണ്ടും 2 ക്യാൻസൽ ചെയ്തു, implies x1 is equal to x2. ഇതാരുടെ ഡെഫിനിഷനാണ്? യെസ്, f is 1 1 എന്ന് കിട്ടി. f is 1 1. ഇനി on 2 എന്ന് കാണിക്കാനുള്ള മാർഗം y എന്ന് പേര് കൊടുക്കുന്നു അല്ലേ? ലെറ്റ് y is equal to 2x plus 1. ഇതിൽ നിന്ന് x എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ജസ്റ്റ് നമുക്ക് x എഴുതി നോക്കാം. x is equal to y minus 1 by 2 എന്ന് കിട്ടും. This is clearly belongs to R. Therefore f is on 2. അപ്പോൾ 1 1 ആയി, on 2 ആയി. therefore f is invertible. Since f is both 1 1 and on 2, 1 1 and on 2, comma f is invertible. f is invertible and f inverse is given by f inverse x is equal to f inverse x എന്ന് എഴുതുമ്പോൾ x minus 1 by 2 എന്നാണ് എഴുതേണ്ടത്. f inverse y എന്ന് എഴുതുമ്പോൾ y minus 1 by 2 എന്ന് എഴുതും. ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ ബാക്കിയുണ്ട് അല്ലേ? അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3x plus 4 by 2 ആണ്. 3x plus 4 by 2 നമുക്ക് നോക്കാം. f of x is equal to 3x plus 4 by 2. 3x plus 4 divided by 2 ശരിയല്ലേ? 3x plus 4 divided by 2. അത് നമുക്ക് 1 1 ആണോ നോക്കാം അല്ലേ? അപ്പോൾ ലെറ്റ് ഈ പ്രൊസീജിയർ മറക്കരുത്. x1, x2 belongs to R such that f of x1 equals f of x2. ഇവിടെ f of x1 എന്ന് പറഞ്ഞാൽ 3x1 plus 4 by 2. 3x1 plus 4 divided by 2. റൈറ്റ് സൈഡിൽ എങ്ങനെ എഴുതും? 3x2 plus 4 divided by 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 6 പറയൂ. ആൻസർ 6x1 plus 8 is equal to ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6x2 plus 8 എന്ന് കിട്ടും. ആദ്യം നമ്മൾ 8 ക്യാൻസൽ ചെയ്യും. അപ്പം ബാലൻസ് എന്താ ഉണ്ടാവുക? ഒറ്റടിക്ക് എല്ലാം കൂടെ ക്യാൻസൽ ചെയ്യരുത് കേട്ടോ. 6x1 ഈക്വൽസ് 6x2. വീണ്ടും 6 ക്യാൻസൽ ചെയ്തു. x1 is equal to x2. f of x1 is equal to f of x2 implies implies എന്ന് വേണമെങ്കിൽ എഴുതാം അവിടെ. implies x1 is equal to x2. അതിൻ്റെ അർത്ഥം എന്താണ്? this implies f is 1 1. f is 1 1. ഇനി on 2 എന്ന് കാണിക്കാനുള്ള മാർഗം നമ്മൾ ജസ്റ്റ് y എന്ന് പേര് കൊടുക്കുന്നു. y is equal to എപ്പോഴും on 2 കാണിക്കാനുള്ള മാർഗം ഇതാണ് കേട്ടോ. y is equal to 3x plus 4 by 2. ഫംഗ്ഷന് y എന്ന് പേര് കൊടുത്തിട്ട് ഇതിൽ നിന്ന് x കണ്ടെത്തണം. അത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. 2y is equal to 3x plus 4. ഇനി x കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4നെ സൈഡ് മാറ്റുന്നു. 2y minus 4 is equal to 3x. Therefore what is x? പറയൂ. x is equal to 2
y മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 എന്നായിരിക്കും. ഡിവൈഡഡ് ബൈ 3 ശരിയല്ലേ? ഇത് ഫസ്റ്റ് സെറ്റിൽ റിയൽ നമ്പറിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത് റിയൽ നമ്പറിലുണ്ട്, ക്ലിയർലി റിയൽ നമ്പർ അല്ലേ? ഏത് y വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇത് റിയൽ നമ്പറാണ്. അതുകൊണ്ട് എഫ് ഈസ് ഓൺ ടു. അപ്പം എന്തായി? 1 1 ഓൺ ടു. ദെർഫോർ എഫ് ഈസ് ഇൻവേർട്ടിബിൾ. എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഇൻവേർട്ടിബിൾ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. എഫ് ഇൻവേഴ്സ് ഈസ് ഗിവൺ ബൈ വാട്ട്? എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 4 ഡിവൈഡ് ബൈ 3. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ എഫ് ഇൻവേഴ്സ് 2 ചോദിച്ചാൽ എന്താണ് ആൻസർ? എഫ് ഇൻവേഴ്സ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 മൈനസ് 4 ബൈ 3 ഇങ്ങനെ ആൻസർ എഴുതണം. എഫ് ഇൻവേഴ്സ് 0 ചോദിച്ചാൽ 2 ഇൻറ്റു 0 മൈനസ് 4. എഫ് ഇൻവേഴ്സ് ഏതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ ജനറൽ എഫ് ഇൻവേഴ്സ് 2 ആണ് ഇവിടെ, എഫ് ഇൻവേഴ്സ് എക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. F is a function from 134 to 345. G is a function from 345 to 6810. F of 1, F of 3 എല്ലാം തന്നിട്ടുണ്ട്. ഫൈൻഡ് G കോമ്പോസിഷൻ F എന്നാണ് ചോദ്യം. നോക്കൂ, നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഡാറ്റാസ് ഉള്ള പോലെ തോന്നും. നമ്മൾ ഇതിനെ ജസ്റ്റ് നാരോ ഡയഗ്രം വരയ്ക്കുക. വെരി ഈസി ആയിട്ട് ആൻസർ കിട്ടും. 3 സെറ്റുകളാണുള്ളത് അല്ലേ? ഒന്നാമത്തെ സെറ്റിന് ഇവിടെ നമുക്ക് പേര് കൊടുക്കാം തൽക്കാലം. A എന്ന് കൊടുത്തു, രണ്ടാമത്തെ സെറ്റിന് B എന്നും കൊടുത്തു, മൂന്നാമത്തെ സെറ്റിന് C. F is from 134 to 345. ഇവിടെ 1 3 4. രണ്ടാമത്തെ സെറ്റ് 3 4 5. മൂന്നാമത്തെ സെറ്റ് G is a function from 345 to 6810. 6 8 10. അപ്പോൾ ഇതാണ് F. ഓക്കെ, ഇതാണ് G. G is from 345 to. ഇനി നമുക്ക് നോക്കാം. F of 1 is equal to 4. അല്ല, 1ൻ്റെ ഇമേജ് അണ്ടർ F. F of 1 is equal to 3 അല്ലേ? F of 1 is equal to 3 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഇമേജ് 3. ക്ലിയർ ആണല്ലോ? എഫ് ഓഫ് 3 4. എഫ് ഓഫ് 3ൻ്റെ ആൻസർ 4. എഫ് ഓഫ് 4ൻ്റെ ആൻസർ 5. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും ചിത്രം നോക്കിയാൽ. ജി ഓഫ് 3ൻ്റെ ആൻസർ 6. ജി ഓഫ് 3 6. ഇതാണ് ജി. ജി ഓഫ് 4 8. ജി ഓഫ് 5 10. ഇനി ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ജി കോമ്പോസിഷൻ. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് കാൾഡ് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റും. ഫൈൻ ജി കോമ്പോസിഷൻ എഫ് എന്നല്ലേ? നേരിട്ട് ഞാൻ ആൻസർ എഴുതാണ്. ജി കോമ്പോസിഷൻ എഫിനെ നമുക്കൊരു സെറ്റാക്കി എഴുതാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എഴുതണം, 3 എഴുതണം, 4 എഴുതണം. ഈ 3 പേരുടെ ഇമേജ് എഴുതണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, റോസ്റ്റർ ഫോമിൽ എഴുതാം. 1ൻ്റെ ആൻസർ 6 എന്ന് എഴുതാം. കണ്ട, 1ൻ്റെ ആൻസർ 6. 3യുടെ ആൻസർ നോക്കൂ. 3ൻ്റെ ഫൈനൽ ആൻസർ 8 അല്ലേ? 3ൻ്റെ ഇമേജ് 8. 4ൻ്റെ ഇമേജ് എന്താ നോക്കൂ? അണ്ടർ ജി കോമ്പോസിഷൻ എഫ് 4ൻ്റെ ഇമേജ് 10 ആണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എഫ് അല്ല, മനസ്സിലാക്കിക്കോളൂ. ജി കോമ്പോസിഷൻ എഫ് ആണ്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1ന് 3ലേക്ക്, 3ന് 6ലേക്ക് എത്തി. അപ്പം 1ൻ്റെ ആൻസർ ഫൈനൽ ആൻസർ 6. ഇതാണ് ജി കോമ്പോസിഷൻ എഫ്. ഇത് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എഴുതണം. അത് എത്രയായിരിക്കും? ജി ഓഫ് എഫ് ഓഫ് 1. നമുക്കറിയാം ജി ഓഫ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? വീണ്ടും ജി ഓഫ് 3 എന്ന് പറഞ്ഞാലോ? ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ 6. ഇങ്ങനെയാണ് 1ൻ്റെ ഇമേജ് 6 ആണെന്ന് കിട്ടുന്നത്. നമുക്ക് ഡയഗ്രം ഉപയോഗിച്ച് നേരിട്ട് ഫസ്റ്റും ലാസ്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. if f of x is equal to x by x minus 1, x not equal to 1, find f of x, find the inverse of f എന്നാണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എഫ് കോമ്പോസിഷൻ എഫ് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ എ. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ്. ശ്രദ്ധിക്കണം, എഫ് ഓഫ് എക്സ്. ഇതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് മൈനസ് 1. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എക്സ് ബൈ എക്സ് മൈനസ് 1. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഇത് ഫസ്റ്റ് വളരെ ഈസിയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് മൈനസ് 1. ഇനി എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി ഇൻപുട്ട് വെച്ച് വായിക്കണം. എഫ് ഓഫ് എന്ത് ഇൻപുട്ട് വന്നാലും ഇൻപുട്ട് ബൈ ഇൻപുട്ട് മൈനസ് 1. ഇപ്പോൾ എഫ് ഓഫ് ബ്രാക്കറ്റ് എന്ന് വായിച്ചോ, ഈ ബ്രാക്കറ്റിൽ എക്സ് ആണെങ്കിൽ എക്സ് ബൈ എക്സ് മൈനസ് 1. ഇൻപുട്ട് ആണെങ്കിൽ ഇൻപുട്ട് ബൈ ഇൻപുട്ട് മൈനസ് 1. ഇവിടെ ഇൻപുട്ടായിട്ട് നിൽക്കുന്നത് ഇയാളാണ്, എക്സ് ബൈ എക്സ് മൈനസ്. അപ്പോൾ ഞാൻ ഇൻപുട്ട് എന്നുള്ള അർത്ഥത്തിൽ വായിക്കാം കേട്ടോ. ഇൻപുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് മൈനസ് 1 എഴുതണം. നോക്കൂ, ഞാൻ ഇൻപുട്ട് ഇങ്ങനെ എഴുതി. ഇൻപുട്ട്
ബൈ ഇൻപുട്ട് -1 എഴുതി കണ്ട, ഇൻപുട്ട് ബൈ ഇൻപുട്ട് മൈനസ്. പക്ഷേ ഇൻപുട്ട് എന്താ ഇവിടെ? എക്സ് ബൈ എക്സ് മൈനസ് 1. ഇവിടെയും അതുപോലെ എഴുതാം, എക്സ് ബൈ എക്സ് മൈനസ് 1. കണ്ടോ, എക്സ് ബൈ എക്സ്, ഇൻപുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് -1. ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഇനി ഈസിയാണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഈ ന്യൂമറേറ്റർ ഒന്നും ചെയ്യേണ്ട, എക്സ് ബൈ എക്സ് മൈനസ് 1 തന്നെ ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ്, ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി? -1 ഇതല്ലേ, -x+1 ആവും, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എക്സ് മൈനസ് 1 തന്നെ. അപ്പോൾ രണ്ട് ഡിനോമിനേറ്ററും അങ്ങ് ക്യാൻസൽ ആവും. ഈ എക്സ് മൈനസ് വൺ ക്യാൻസലായി. ബാക്കി എന്താ ഉണ്ടാവുക നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. രണ്ട് ന്യൂമറേറ്റർ മാത്രം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 കിട്ടും അല്ലേ, എക്സ് ഡിവൈഡ് ബൈ 1, എക്സ് തന്നെ കിട്ടും ആൻസർ. ഫൈനൽ ആൻസർ എക്സ് ആണ്. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻപുട്ട് അല്ലേ, എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ്, എക്സ് ആണ് എഫ് കോമ്പോസിഷൻ എഫ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയി. എഫ് കോമ്പോസിഷൻ എഫ് ഇസിക്കൽ ടു ഐഡന്റിറ്റി. എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി ആയത്? ഇൻപുട്ട് ഇസിക്കൽ ടു ഔട്ട്പുട്ട് വന്നാൽ ഐഡന്റിറ്റി ആണ്. എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് എന്ന് പറയുന്ന പേരാണല്ലോ ഐഡന്റിറ്റി. അപ്പോൾ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എഫ് കോമ്പോസിഷൻ എഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു, ഐഡന്റിറ്റി എന്നാണ് ആൻസർ. അതിൽ നിന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അല്ലേ. രണ്ട് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണുമ്പോൾ ഐഡന്റിറ്റി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളുടെ ഇൻവേഴ്സും ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളുടെ ഇൻവേഴ്സുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എഫ് കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഐ ഐഡന്റിറ്റി മീൻസ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻവേഴ്സ്, രണ്ട് എഫ് എൻ അല്ലേ, എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ എഫ് ഇറ്റ് സെൽഫ്. സോ എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. എഫ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ബൈ എക്സ് മൈനസ് 1, അങ്ങനെ എഴുതാം, എക്സ് ബൈ എക്സ് മൈനസ് 1 എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പോസിഷൻ കാണുമ്പോൾ ഐഡന്റിറ്റി വരികയാണെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിലെ മെയിൻ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. മെയിനായിട്ട് 1 ഫംഗ്ഷൻ, ഓൺ 2 ഫംഗ്ഷൻസ്, ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്, പിന്നീട് വരുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.